എടാ മക്കളെ, അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതി റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും, അതായത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും മാർക്ക് നിങ്ങൾക്ക് കിട്ടട്ടെ. പക്ഷേ അതിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടുള്ള +1 +2 ഒരുമാതിരിപ്പെട്ട എല്ലാവരും അല്ലെങ്കിൽ മിക്കവരും പോകുന്നത് +1 +2ലേക്ക് തന്നെയായിരിക്കും. ഈ +1 +2 നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാര്യം നിങ്ങൾ ആ എക്സാം, നിങ്ങളുടെ 10ാം ക്ലാസ്സിലെ എക്സാം എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല. കാര്യം +1 +2ൻ്റെ എക്സാം മാറുന്നു, അല്ലെങ്കിൽ എക്സാം പാറ്റേൺ മാറുന്നു, ക്വസ്റ്റ്യനുകൾ മാറുന്നു എന്ന ഒരുപാട് പത്രവാർത്തകളും കട്ടിങ്ങുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. നിങ്ങളിപ്പോൾ നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുൻപത്തെ പാറ്റേണിൽ നിന്നല്ലാതെ +1 +2 ഒന്ന് ചേഞ്ച് ആവുകയാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് സ്റ്റാൻഡർഡൈസ് ആവുകയാണ്. നല്ല കാര്യമാണ്. നല്ല നല്ല ചോദ്യങ്ങളും നല്ല പരീക്ഷകളും നടക്കട്ടെ. അപ്പോൾ നല്ല കുട്ടികളെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനുവേണ്ടി എക്സാമുകളും പരീക്ഷകളും മാറുന്നതനുസരിച്ച് നമ്മളും മാറണം. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ 10ാം ക്ലാസ് പഠിച്ചവരാണ് നിങ്ങൾ. അപ്പോൾ 10ാം ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, 10ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് അല്ലെങ്കിൽ ഫുൾ A+ മേടിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ജനുവരി കഴിഞ്ഞിട്ട് പഠിച്ചു തുടങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ ഒരു ജനുവരി മുതൽ പഠിച്ചു തുടങ്ങിയാൽ പോരെ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കും, മതിയാവും ഏകദേശം. അപ്പോൾ ജനുവരി മുതൽ നിങ്ങൾ കൃത്യമായിട്ട് വളരെ ശ്രദ്ധിച്ച് പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനുവരി മുതൽ പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ A+ കിട്ടും. പക്ഷേ +1 +2ൻ്റെ കാര്യം അങ്ങനെയല്ല. നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു സമയമാണ് ഈ +1 +2. കാര്യം ഒരുപാടുണ്ട് പഠിക്കാൻ, അത്രയ്ക്കുണ്ട് പഠിക്കാൻ. കാര്യം +1 +2 ആണ് നിങ്ങൾ പഠിക്കുന്ന ഏത് മേഖലകളിലേക്ക് പോയാലും അതിൻ്റെ ബേസ് ഇരിക്കുന്നത് ഈ +1 +2. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കുറേശ്ശെ ആയിട്ട് ഇവിടെ പഠിപ്പിച്ചു തരും നിങ്ങളെ. അതുകൊണ്ടാണ് +1 +2 ബേസ് എന്ന് പറയുന്നത്. ഒരിക്കലും 10ാം ക്ലാസ് അത്ര ബേസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം +1 +2 ആണ് നിങ്ങളുടെ ഒരു കരിയറിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രത്തോളം അടിപൊളിയാവുന്നു അത്രത്തോളം നിങ്ങളുടെ കരിയറും അടിപൊളിയായിരിക്കും. അപ്പോൾ നിങ്ങൾ +1 +2 പഠിക്കുന്നത് എങ്ങനെയാണ് എന്ന് ഇപ്പോൾ ചിന്തിച്ചു തുടങ്ങുന്നു. ഇപ്പോൾ നമ്മളുടെ ഒരു സൂപ്പർ ബാച്ച് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വില വരുന്നത് ഒരു വർഷത്തേക്ക് വെറും 6499 രൂപയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ഓപ്പണിംഗ് ഓഫറായിട്ട് 5499 രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്കുള്ള മുഴുവൻ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആപ്പിലൂടെ പഠിക്കാം. നിങ്ങൾക്ക് ഇത് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. കാര്യം നിങ്ങൾ 10ൽ പഠിച്ചതാണ്. അപ്പം നമ്മളെങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, എങ്ങനെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി അറിയുന്ന കുട്ടികളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇവിടെ എങ്ങനെയൊക്കെയാണ് പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ. ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ആപ്പ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് +1ൻ്റെ ക്ലാസ്സുകളെല്ലാം അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ അകത്ത് ആദ്യത്തെ 1-2 ചാപ്റ്ററുകൾ നിങ്ങൾക്ക് ഫ്രീ ആണ്. നിങ്ങൾക്ക് കണ്ടു നോക്കാം. നിങ്ങൾക്ക് കണ്ടു നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. എന്നിട്ടും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പർ കൊടുക്കാം. ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് സംശയങ്ങളും അവിടെ തീർക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആപ്പിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് പഠിപ്പിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് വിളിക്കാം. കേട്ടല്ലോ? അപ്പോൾ +1 +2 എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഞാൻ ഒന്നുകൂടി പറയുകയാണ്. നമ്മൾ 10ലെ പോലെ വളരെ കുറച്ച് കാര്യങ്ങളല്ല പഠിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കാൻ നിങ്ങളുടെ കൂടെ പഠിക്കേണ്ട അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിച്ചു പോകേണ്ട കാര്യങ്ങൾ ടീച്ചേഴ്സിനുമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യേണ്ട കാര്യങ്ങൾ ടീച്ചേഴ്സിനുമുണ്ട്. അത് ഇവിടെ നിന്ന് കൃത്യമായി എഡ്യൂപോർട്ടിൻ്റെ ഭാഗത്തു നിന്നുമുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക, വളരെ കൃത്യമായിട്ട് പഠിക്കുക.